കൊല്ലം തെന്മല അഭയ കേന്ദ്രത്തിലെ അന്തേവാസികൾക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ ഹൈക്കോടതി സ്വമേധയാ ഇടപെട്ടു. സംവിധാനങ്ങൾ നിസ്സംഗത പുലർത്തുകയാണെന്നും നിർഭാഗ്യവശാൽ കോടതിയുടെ വാക്കുകൾ അധികാര സംവിധാനങ്ങളിലേക്ക് എത്തുന്നില്ലെന്നും ഹൈക്കോടതി വിമർശിച്ചു. ഈ വിഷയത്തിൽ സർക്കാരിനോട് ഹൈക്കോടതി വിശദീകരണം തേടിയിരിക്കുകയാണ്. വിഷ്ണു സുരേഷ് ഈ വാർത്ത അപ്ഡേറ്റ് ചെയ്യാൻ കൊച്ചിയിൽ നിന്ന് ചേരും. അതുപോലെ തെന്മലയിൽ നടന്ന ഈ സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്താൻ കൊല്ലത്തുനിന്ന് സൂര്യഗായത്രിയും ചേരുകയാണ്. ആദ്യം വിഷ്ണുവിലേക്ക്. ഗുഡ് മോർണിംഗ് ടു ബോത്ത് ഓഫ് യു. പറയൂ വിഷ്ണു, ഹൈക്കോടതിയുടെ നേരിട്ടുള്ള ഒരു ഇടപെടലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങളിൽ കോടതി ഉത്കണ്ഠ പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. മനുഷ്യ മനസ്സിനെ നടുക്കുന്ന ക്രൂരതയാണ് തെന്മലയിൽ ഉണ്ടായത്. 70-75 വയസ്സുള്ള വയോധികരെ അതിക്രൂരമായി അവിടുത്തെ ജീവനക്കാരൻ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ സഹിതം 24 പുറത്തുവിട്ടതാണ്. ആ വാർത്തയുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കാം, ഒരുപക്ഷെ അല്ലെങ്കിൽ അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടായിരിക്കാം നിലവിൽ ഇപ്പോൾ ഹൈക്കോടതി ഈ കേസിൽ ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചാണ് ഈ വിഷയം പരിഗണിച്ചത്. അദ്ദേഹം വ്യക്തമാക്കുന്നത് സിസ്റ്റം നിസ്സംഗത പാലിക്കുന്നു എന്നുള്ള വിമർശനമാണ് കോടതിയുടെ ഭാഗത്ത് വന്നത്. സംവിധാനങ്ങൾ നിസ്സംഗത പാലിക്കുകയാണ്. നിർഭാഗ്യവശാൽ കോടതിയുടെ വാക്കുകൾ സംവിധാനങ്ങളിലേക്ക് എത്തുന്നില്ല എന്ന അതൃപ്തിയും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ രേഖപ്പെടുത്തി. അതിന് പിന്നാലെയാണ് ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനോട് അല്ലെങ്കിൽ പോലീസിനോട് വിശദീകരണം സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടുള്ളത്. അടുത്ത ദിവസം ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് പോലീസ് കോടതിയിൽ സമർപ്പിക്കും. തുടർന്ന് ഈ കേസിന്റെ തുടർ നടപടിയുമായി ഹൈക്കോടതി മുന്നോട്ട് പോകുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങേയറ്റം നടുക്കുന്ന, ഒരുപക്ഷെ ഒരു മനുഷ്യർക്കുമെതിരെ പ്രവർത്തിക്കാൻ പാടില്ലാത്ത അങ്ങേയറ്റം മനുഷ്യത്വ വിരുദ്ധമായ ഒരു പ്രവർത്തനത്തിൽ ആ വാർത്ത നമ്മൾ പുറത്തുകൊണ്ടുവന്നു. ആ പുറത്തുകൊണ്ടുവന്ന വാർത്തയിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് സ്വമേധയാ ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ഇത്തരമൊരു ഇടപെടൽ ഇന്നലെ നടത്തിയിരിക്കുന്നത്. സൂര്യഗായത്രി കൊല്ലത്ത് നിന്ന് ചേരും. സൂര്യഗായത്രിയാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. സൂര്യഗായത്രി, ഈ വാർത്തയിൽ സൂര്യഗായത്രി എന്താണ് അവിടെ ചെന്നപ്പോൾ കാണാൻ കഴിഞ്ഞത് തെന്മലയിൽ? 2018 ആരംഭിച്ച ഒരു അഭയ കേന്ദ്രം എന്ന നിലയ്ക്കാണ് ഈ പുനർജനി എന്ന് പറയുന്ന കേന്ദ്രം പ്രവർത്തിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. ഒരു സ്ത്രീ നടത്തി വന്നിട്ടുള്ള കേന്ദ്രമായിരുന്നു. പിന്നീട് ഇക്കഴിഞ്ഞ ഏപ്രിൽ 25-നാണ് ആ സ്ത്രീ മരണപ്പെടുന്നത്. അതേ തുടർന്ന് പിന്നീട് അവരുടെ ഭർത്താവായിട്ടുള്ള ബ്രഹ്മദാസ് എന്നയാളുടെ നിയന്ത്രണത്തിലായിരുന്നു ഈ സ്ഥാപനം ഉണ്ടായിരുന്നത്. ആ സമയത്ത് 9 പുരുഷന്മാരും 3 സ്ത്രീകളും ഉൾപ്പെടുന്നവരാണ് ഈ കേന്ദ്രത്തിൽ താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഈ സമയങ്ങളിലാണ്, അതായത് ഭാര്യ മരിച്ചതിന് ശേഷം ഇയാളുടെ നിയന്ത്രണത്തിൽ സ്ഥാപനം വന്നതിന് ശേഷമാണ് ഈ സ്ഥാപനത്തിലെ സ്ത്രീകൾക്ക് ക്രൂരമായിട്ടുള്ള പീഡനം നേരിടേണ്ടതായിട്ട് വന്നത് എന്നുള്ളതാണ്. 70-ഉം 72-ഉം 75-ഉം വയസ്സുള്ള സ്ത്രീകളാണ് അതിക്രൂരമായിട്ടുള്ള പീഡനത്തിന് ഇരയാക്കപ്പെട്ടത്. രാത്രി സമയങ്ങളിൽ ആരും ഉണ്ടായിരുന്നില്ല ഈ സ്ഥാപനം നോക്കി നടത്താനോ അല്ലെങ്കിൽ ഇവരുടെ കാര്യങ്ങൾ നോക്കാനോ. ഇയാളുടെ പൂർണ്ണ നിയന്ത്രണത്തിലായിരുന്നു. രാത്രി സമയങ്ങളിൽ അതിക്രൂരമായി ഈ വൃദ്ധകളെ ഇയാൾ പീഡിപ്പിച്ചു എന്നുള്ളതാണ്. ഇങ്ങനെ ആളില്ലാത്ത ഒരു സമയത്ത് ഇറങ്ങി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കവെയാണ് നാട്ടുകാർ കാണുകയും ഈ വിവരം അവരോട് ഇവർ പറയുകയും ഈ നടുക്കുന്ന ക്രൂരകൃത്യം പുറത്തറിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് പിന്നാലെ ഈ പ്രതിയായിട്ടുള്ള ബ്രഹ്മദാസിനെ പോലീസ് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഈ അഭയകേന്ദ്രത്തിൽ ഉണ്ടായിരുന്ന എല്ലാവരെയും മറ്റൊരു അഭയകേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഈ 2 നടപടിയും കൊണ്ട് തീരുന്നതല്ല ഈ പ്രശ്നം എന്നുള്ളതാണ്. അതിനുശേഷം ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഈ പുനർജനി കേന്ദ്രത്തെ ചുറ്റിപ്പറ്റി പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. ഈ പുനർജനിയിൽ കൊണ്ട് ആക്കുന്ന അഭയാർത്ഥികളുടെ ബന്ധുക്കൾ ലക്ഷക്കണക്കിന് രൂപയാണ് അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഇയാളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ആ രൂപ എവിടെയാണ്? അതായത് ദുർഗന്ധം വമിക്കുന്ന സാഹചര്യത്തിലാണ് ഇവരൊക്കെ തന്നെ ആ സ്ഥാപനത്തിൽ താമസിച്ചിരുന്നത് എന്നുള്ളതാണ്. അവർക്ക് യാതൊരു വിധത്തിലുള്ള മരുന്നോ ചികിത്സയോ മറ്റ് ആനുകൂല്യങ്ങളോ മറ്റ് സംരക്ഷണമോ ഒന്നും ഇയാൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവരിൽ നിന്ന്, ഇവരുടെ ബന്ധുക്കളിൽ നിന്ന് വാങ്ങി ലക്ഷക്കണക്കിന് രൂപ ഇയാൾ എന്താണ് ചെയ്തത് എന്നത് വലിയ ചോദ്യമാണ്. മാത്രമല്ല ഈ വിവരം പുറത്തു പറഞ്ഞ വൃദ്ധകൾ അവർ പറയുന്നുണ്ട്, ഇതിനു മുമ്പും നിരവധിയായിട്ടുള്ള പേർ ഇവിടെ ഉണ്ടായിരുന്നു, അവർ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു, അവരെ അടിച്ചു കൊന്നതാണ് എന്നുള്ളത് ഇവർ തന്നെ മൊഴിയിൽ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നേരത്തെ ഈ സ്ഥാപനത്തിൽ താമസിച്ച് മരണപ്പെട്ടവർക്ക് എന്താണ് സംഭവിച്ചത്, അതിലൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള അന്വേഷണവും പരിശോധനയും ഒക്കെ നടത്തേണ്ടതായിട്ടുണ്ട്. അതുകൂടാതെ ഈ സ്ഥാപനത്തിന്റെ ഉടമയായിട്ടുള്ള സ്ത്രീയുടെ ആദ്യ മകൾ ഈ സ്ഥാപനത്തിൽ തന്നെ തൂങ്ങി മരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിലും വലിയ സംശയം ഈ നാട്ടുകാരും പൊതുപ്രവർത്തകരും അടക്കം ഉന്നയിക്കുന്നുണ്ട്. അതിലടക്കം കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കേണ്ടതായിട്ടുണ്ട്. നിലവിൽ ഈ ബ്രഹ്മദാസിനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത് അതിന്റെ നടപടികളൊക്കെ പൂർത്തിയായി കഴിഞ്ഞു. ഈ അഭയകേന്ദ്രത്തിൽ ഉണ്ടായിരുന്നവരെ സുരക്ഷിതമായിട്ട് ഗാന്ധി ഭവനിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ അത് മാത്രമല്ല ഈ സ്ഥാപനത്തെ
ചുറ്റിപ്പറ്റി നടത്തേണ്ട നടപടികൾ എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. വയോജന കമ്മീഷൻ UDF സർക്കാർ നിലവിൽ വന്നതിന് ശേഷം വയോജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി നടപ്പിലാക്കിയ പദ്ധതിയാണ്. തൊട്ടടുത്ത ദിവസം ഈ വിവരം പുറത്തുവരുന്നത് ജൂൺ 12-നാണ്. 13-ാം തീയതി തന്നെ വയോജന കമ്മീഷൻ ഈ സ്ഥലത്തെത്തുകയും കൃത്യമായിട്ട് അന്വേഷണം നടത്തി മൊഴികൾ രേഖപ്പെടുത്തി പോവുകയും ചെയ്തിട്ടുണ്ട്. അതിൽ കൂടുതൽ നടപടികൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. അവർ ഇപ്പോഴും സൂര്യഗായത്രിയാണ് കൊല്ലത്ത് നമുക്കിപ്പം ചേർന്ന്. സൂര്യഗായത്രിയാണ് തെന്മലയിൽ നടന്ന ഈ അതിക്രൂരമായ പീഡനത്തിന്റെ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. ഇപ്പോൾ ഹൈക്കോടതിയുടെ നേരിട്ടുള്ള ഒരു ഇടപെടൽ വന്നിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ചില നിരീക്ഷണങ്ങളാണ് കോടതി ഇക്കാര്യത്തിൽ നടത്തിക്കുന്നത്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനും ജസ്റ്റിസ് ബസന്ത് ബാലാജിയും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് ഈ ഒരു ഇടപെടൽ നടത്തുന്നത്. പലപ്പോഴും സാമൂഹ്യ സിസ്റ്റം നിസ്സംഗത പാലിക്കുന്നു എന്നാണ് കോടതി പരാതിപ്പെട്ടത്. സംവിധാനങ്ങൾ നിസ്സംഗത പുലർത്തിയാൽ എങ്ങനെയാണ് കാര്യങ്ങൾ നേരെയാവുക? കോടതിയുടെ വാക്കുകൾ അധികാര സംവിധാനങ്ങളിലേക്ക് എത്തുന്നില്ലെന്നും ഡിവിഷൻ ബെഞ്ച് ഇന്നലെ നിരീക്ഷിച്ചു. എന്തായാലും സർക്കാരിനോട് ഇക്കാര്യത്തിൽ വിശദീകരണം തേടിയിരിക്കുകയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അടങ്ങിയ ഡിവിഷൻ ബെഞ്ച്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.